സനാതനധർമ്മത്തെ അവഹേളിച്ചും വിശ്വാസികൾക്കൊപ്പമെന്ന് ആവർത്തിച്ചും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമലയിലെ CPM ഇരട്ടത്താപ്പിനെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ്. രാഷ്ട്രീയ നാടകമെന്ന് BJP പറയുന്നു. രാഷ്ട്രീയ കാപട്യമെന്ന് കോൺഗ്രസിന്റെ പ്രതികരണം. പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ. കോഴിക്കോട് നിന്നും വിവരങ്ങൾ ദിസ്ന സുരേഷ് നൽകും. ദിസ്ന, ഇപ്പോൾ MV ഗോവിന്ദന്റെ പ്രതികരണം വീണ്ടും വരികയാണല്ലോ. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഈ ശബരിമലയിലെ വിശ്വാസികൾക്ക് ഒപ്പമാണ്, അതുപോലെ തന്നെ ഭക്തർക്കൊപ്പമാണ് എന്ന് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വിശ്വാസികൾക്കെതിരെയുള്ള കേസുകൾ ഉൾപ്പെടെ മാറ്റാൻ തയ്യാറാകുന്നുമില്ല. സഖാവ് അജയ് സ്മാരക മന്ദിര ഉദ്ഘാടന പ്രസംഗവേളയിലാണ് MV ഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം പുറത്തു വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്. വിശ്വാസി സമൂഹത്തോടൊപ്പം തന്നെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും പ്രധാനമായും അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ തന്നെയും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസി സമൂഹത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നൊരു ആരോപണവും വിമർശനവുമാണ് നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഹൈന്ദവ വിശ്വാസത്തെ ഉൾപ്പെടെ അവഹേളിച്ചുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഗൗതം. ഈ സനാതന ധർമ്മം ബ്രാഹ്മണ്യത്തിന്റെ ഭാഗമാണ്, ചാതുർവർണ്ണ വ്യവസ്ഥയാണ് സനാതന ധർമ്മം എന്ന പേരിൽ നടപ്പിലാക്കിയത് തുടങ്ങിയ രീതിയിലാണ് ആ പ്രസംഗം മുന്നോട്ട് പോയിട്ടുള്ളത്. മാത്രമല്ല, സനാതന ധർമ്മം ഇവിടെ പാലിക്കപ്പെട്ടോ, മാത്രമല്ല തെറ്റായ പ്രചാരണമാണ് അതിന്റെ പേരിൽ നടത്തിയത് എന്നൊരു കാര്യം കൂടി MV ഗോവിന്ദൻ ഈ പ്രസംഗത്തിൽ പറയുന്നു. എന്തായാലും വലിയ വിമർശനമാണ് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പ്രസംഗത്തിനെതിരെ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ പേരിൽ തന്നെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു സ്പർദ്ധ വളർത്തുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയതും ജനങ്ങൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച് നമുക്ക് നിലവിലറിയാം. അതായത് ഈ ശബരിമലയെ ഇത്തരത്തിൽ സാമ്പത്തിക സ്രോതസ്സായി മാത്രം മാറ്റുന്ന ഒരു സമീപനമാണ് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഒക്കെ തന്നെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഗൗതം എടുത്തു പറയേണ്ടത്. ശബരിമലയെ ഒരു സാമ്പത്തിക സ്രോതസ്സായി മാത്രം കാണാനുള്ള നീക്കമാണ് പിന്നില്. മാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കടക്കുന്നത് എന്നൊരു വിമർശനം തന്നെ ശക്തമായി കഴിഞ്ഞു. കൂടാതെ തന്നെ നമുക്കറിയാം, ഈ മുസ്ലിം വോട്ടുകൾ, പ്രത്യേകിച്ച് ഈ സമസ്യ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുമ്പോൾ സ്കൂൾ സമയമാറ്റത്തിൽ ഉൾപ്പെടെ ഈ സർക്കാരിന്റെ നിലപാട് നമ്മൾ കണ്ടതാണ്. കൃത്യമായ നിലപാടുകൾ ഈ കാന്തപുരം ഒക്കെയായി ഒരു വേദിയിൽ നിന്നുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഗൗതം. കൃത്യമായി ആ വിഷയത്തെ കുറിച്ച് വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഈ സർക്കാർ ഉൾപ്പെടെ, അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ പറഞ്ഞു വെച്ചത്. പക്ഷേ വിശ്വാസികളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ വിശ്വാസികളുടെ പ്രശ്നത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നടപ്പിലാക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കറിയേണ്ടത്. എന്തായാലും ഈ പ്രശ്നത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഗൗതം.